ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കിഴിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കിഴി റിവ്യൂ നാഗേന്ദ്രൻസ് ഹണിമൂൺസ് വെബ് സീരീസ് ആണ്. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലാണ് ഇത് വന്നിരിക്കുന്നത്. നമ്മുടെ സുരാജ് വെഞ്ഞാറമൂടാണ് മെയിൻ കഥാപാത്രം. സിനിമയല്ല, വെബ് സീരീസ് സംവിധാനം ചെയ്തിരിക്കുന്നത് നിതിൻ രഞ്ജി പണിക്കർ. അപ്പോൾ വിശദമായ ഒരു റിവ്യൂയിലേക്ക് കടക്കാം. കണ്ടു കഴിഞ്ഞു. 6 എപ്പിസോഡായിട്ടാണ് വന്നിരിക്കുന്നത്. 6 എപ്പിസോഡുകൾ. ഓരോ സ്ത്രീകൾ വരുന്നത് ഓരോ പാർട്ടുകളായിട്ടാണ്. അതെ, അതിലെ അവരുടെ ക്യാരക്ടറിന്റെ പേരെന്താണോ അതാണ് ആ ഒരു എപ്പിസോഡിന്റെ പേര്. അതൊക്കെ ഭയങ്കര രസമായിട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നല്ല ഒരു വെറൈറ്റിയാണ്. പക്ഷേ വെബ് സീരീസിലേക്ക് വരുമ്പോഴാണ് പ്രശ്നം. എന്തിനിത് ചെയ്തു എന്നുള്ളത്, എന്തിനിത് കണ്ടു എന്നുള്ളതാണ് നമ്മൾ കണ്ടു കഴിഞ്ഞപ്പോൾ ആലോചിച്ചത്. അത് വേറെ സത്യം. ഭീകരം. അതായത് ഇതിനൊരു അവസരം ഉണ്ടായിരുന്നു രക്ഷപ്പെടാൻ. എപ്പിസോഡ് ഫസ്റ്റ് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലാക്കണമായിരുന്നു ഇനി അങ്ങോട്ട് കാണണ്ട. എന്തായാലും നമുക്ക് അതിൽ നിന്ന് വ്യക്തമാക്കി തരുന്നുണ്ട് ഇനിയുള്ളതും എന്തായിരിക്കും എന്നുള്ളത്. അതെ, പക്ഷെ എന്നാലും നമ്മളത് കണ്ടു തീർത്തു. പേരിന് പോലും ഒരു കോമഡി, ഒരു ഒറ്റ കോമഡി ഈ 6 എപ്പിസോഡിലുണ്ടോ എന്നുള്ളത് ഒരു ചോദ്യമാണ്. ശരിക്കും സുരാജ്, പിഷാരടി, ഷാജോൺ, പിന്നെ പ്രശാന്ത്, ഇവരെല്ലാവരും കൂടി ഒരുമിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന ഒരു സംഭവമുണ്ട്. പിന്നെ ഇവർ തന്നിരുന്ന മറ്റേ ട്രെയിലറുകളിലൊക്കെ തന്നിരുന്നത് വെച്ച് നോക്കുമ്പോൾ നല്ലൊരു കോമഡി വെബ് സീരീസ് മൂഡാണ് തോന്നിയിരുന്നത്. ഇതിന്റെ തീം എന്താ? അതായത് ഒരാള് 5 വൈഫുമാര്. അതെ, പോരെ, എന്തൊരു നല്ല കിടിലൻ സാധന. കോമഡി ശരിക്കും നമ്മൾ ആഗ്രഹിക്കുന്നതിൽ തെറ്റില്ലല്ലോ. നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ ഒരു തെറ്റും പറയാൻ പറ്റില്ല. കാരണം അത്രയും പോരാത്തതിന് ഇത്രയും ടീമാണ് വരുന്നത്. അപ്പൊ അതും കൂടി ആയപ്പോ നമ്മൾ ഭയങ്കരമായിട്ട് പ്രതീക്ഷിച്ചായിരുന്നു. പിന്നെ നിതിൻ രഞ്ജി പണിക്കറിന് അത്യാവശ്യം നന്നായിട്ട് കോമഡി വർക്ക്ഔട്ട് ചെയ്യാൻ കഴിവുള്ള ഒരാളാണ്. അതെ, കസബ നമ്മൾ കണ്ടതാണ്. അതിൽ അത്യാവശ്യം നല്ല രസത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ പിന്നെ മമ്മൂട്ടിയുടെ കഥാപാത്രത്തിന്റെ ആ ഒരു ജാലിയതൊക്കെ ഭയങ്കര രസമാണ്. അല്ലേ, ക്യാരക്ടറിനെ വേറെ രീതിയിൽ കൊണ്ടിരുന്നൊക്കെ. അപ്പോൾ സുരാജ് വെഞ്ഞാറമൂടിനെയും പിന്നെ ചില സ്ത്രീ കഥാപാത്രങ്ങളുണ്ട്. ഗ്രേസ് ആന്റണി, നമ്മുടെ ശ്വേതാ മേനോൻ, നിരഞ്ജന അനൂപ്, കനി കുസൃതി, പിന്നെ ഒരു പെൺകുട്ടി കൂടി ഉണ്ട്, ആളുടെ പേര് അറിഞ്ഞുകൂടാ. പിന്നെ വേറൊരു വൈഫും ഇതിൽ വരുന്നുണ്ട്, നമ്മുടെ തമിഴിലൊക്കെ അഭിനയിച്ച ഒരു കുട്ടിയാണ്. അതാണ് ഇതിലെ ക്ലൈമാക്സ് പോർഷൻ. എന്തായാലും ഇവരൊക്കെ വരുമ്പോൾ വളരെ രസകരമായിട്ട് വരുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷെ ഒന്നുമില്ല. ഒരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെബ് സീരീസ് ചെയ്യാനായിട്ട് നിൽക്കുമ്പോഴേ ഒരു സിനിമക്കുള്ള കണ്ടന്റ് പോലും വളർത്തിയെടുക്കാത്ത ഒരു സ്ക്രിപ്റ്റ് അതിനെ നീട്ടി വലിച്ച്, വെബ് സീരീസ് ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് കുറച്ച് എപ്പിസോഡുകൾ വേണമല്ലോ, അതിങ്ങനെ നീട്ടി വലിച്ച് ചെയ്യുന്നത് മലയാളത്തിൽ ഇപ്പോൾ കണ്ടുവരുന്നൊരു പ്രവണതയാണ്. ശരിക്കും ഒരു 2-3 എപ്പിസോഡിൽ തീരേണ്ട സാധനമായിരിക്കും. ഇപ്പൊ നമ്മൾ പേരല്ലൂർ പ്രീമിയർ ലീഗ് അങ്ങനത്തെ ആ ഒരു പടം അതിന്റെ നീട്ടി ഇത് തീർന്നാൽ മതി നമുക്ക് തോന്നിയപ്പോ ആ ഒരു സിറ്റുവേഷൻ അങ്ങനെ കൊണ്ടുപോയി. വെബ് സീരീസ് ആണ്, ശരിയാണ്, ഒരു 3-4 എപ്പിസോഡായാലും മതി, ഒരു കുഴപ്പമില്ല, അടുത്തത് പിന്നീട് ചെയ്യാലോ. ഇത് വെറുതെ ആവശ്യമില്ലാണ്ട് വലിച്ചു നീട്ടിക്കൊണ്ട് പോണ പോലെ തോന്നുന്നത്. അപ്പൊ ചോദ്യം വരും, അങ്ങനെയാണെങ്കിൽ ഇതൊരു സിനിമ ആക്കി കൂടായിരുന്നു. അപ്പൊ അതിന്റെ മുകളിലേക്ക് ഡ്യൂറേഷൻ കൊണ്ടുവരികയാണ് മനഃപൂർവ്വം. അത് മനഃപൂർവ്വം കൊണ്ടുവരുമ്പോൾ എഴച്ചിൽ വരികയാണ്. അതാണ് ഇവിടെ പ്രശ്നം. കോമഡി എന്ന രീതിയിൽ ഇത് എടുക്കാൻ പറ്റില്ല. ഇനി ത്രില്ലർ എന്നുള്ള രീതിയിൽ നോക്കുകയാണെങ്കിൽ അങ്ങനെ എടുക്കാൻ പറ്റില്ല. ഏതെങ്കിലും രീതിയിൽ ഒരു രീതിയിലും കണക്ട് ചെയ്യാത്ത ഒരു വെബ് സീരീസ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. സത്യം. കഥാപാത്രങ്ങളുടെ പെർഫോമൻസ് നോക്കിയാലും വളരെ മോശം തന്നെയാണ്. സുരാജ് വെഞ്ഞാറമൂടൊക്കെ അങ്ങനെ എന്തൊക്കെയോ ചെയ്തു പോകുന്നു. അതാണ്, അതായത് ഒരു ജാതിക്കോ അണ്ണാക്കിലേക്ക് തള്ളുമല്ലോ, എന്നിട്ട് അത് പറിച്ചെടുക്കുമ്പോൾ ഒരു ഇരുത്തം അങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ. ആ സാധനമാണ് എപ്പോഴും. അതൊക്കെ എന്തിനാന്നാണ്. പിന്നെ മറ്റുള്ള ഇനിയിപ്പോ നടിമാരെടുക്കാണ്, ഗ്രേസ് ആന്റണി, എന്തിനാണ് വേറൊരാളാകാൻ ശ്രമിക്കുമ്പോൾ സംഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ഗ്രേസ് ആന്റണിക്ക് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഇതിൽ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും. ഉർവശിയുടെ അന്നത്തെ പഴയ കഥാപാത്രം ഉണ്ടല്ലോ, അറിയാം. ഇത് കണ്ടോ, ഇത് എന്ന് പറഞ്ഞാൽ ആ പെട്ടിയൊക്കെ തുറന്നിട്ട് കല്ല് വരെ, ഞാൻ ആദ്യം ഇത്രം പ്രായത്തിൽ മാങ്ങക്കെറിഞ്ഞ കല്ലാണിത് എന്ന് പറഞ്ഞിട്ടൊക്കെ ഉള്ള സാധനം ഉണ്ടല്ലോ, ആ ഒരു സാധനം അതുപോലെ കോപ്പി പേസ്റ്റ് ചെയ്യാനുള്ള ശ്രമം. ശരിക്കും മുടിപ്പിന്നിങ്ങനെ ചെയ്തിട്ട് കുത്തുന്നുണ്ട്. കറക്റ്റ് ഉർവശിന്റെ അതേ സംഭവങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് തോന്നിയത് കേട്ടോ, ഈ ഒരു 5 നായികമാരിൽ ഏറ്റവും മോശമായിട്ട് തോന്നിയത് ഗ്രേസ് ആന്റണിന്റെ പെർഫോമൻസ് ആണ്. ഭയങ്കര മോശമായിരുന്നു. പിന്നെ വലിയ കുഴപ്പമില്ലാതെ ചെയ്ത നിരഞ്ജന അത്യാവശ്യം കുഴപ്പമില്ലാതെ ചെയ്തിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഒരു ക്യാരക്ടറാണ്, പെട്ടുപോയ അവസ്ഥയിലുള്ള അങ്ങനെ ഒരു ക്യാരക്ടർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഏറ്റവും ബെസ്റ്റ് കനി കുസൃതി തന്നെ കേട്ടോ. സൂപ്പർ ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. അതാണ് പെർഫോമൻസ് ഏറ്റവും ബെസ്റ്റ്.
പിന്നെ പ്രശാന്ത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പ്രശാന്ത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആളൊരു ബ്രോക്കറാണ്, പിന്നെ അതുപോലെ ഒരു ഡ്രാമ ആർട്ടിസ്റ്റ് ആയിട്ടാണ്. അവന്റെ ഒരു നാടകങ്ങളി. പിന്നെ ഷാജോണും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഷാജോന്റെ കുറച്ചുള്ളൂ. അതെ, അവരൊക്കെ ചെറിയ. പിന്നെ ജനാർദ്ദൻ ചേട്ടൻ വന്നു പോകുന്നുണ്ട്, ചെറിയൊരു സീന്, സുഖല്ലാണ്ടിരിക്കുന്ന ഒരു ക്യാരക്ടർ തന്നെ, അതും കുറച്ചേ ഉള്ളൂ. പിന്നെ പിഷാരടിന്റെ ലുക്കും കാര്യങ്ങളും പേർഷ്യക്കാരനായിട്ട് രസമായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ഒരുപാട് ചെയ്യാനൊന്നുമില്ല, ഒരൊറ്റ എപ്പിസോഡിൽ വന്ന് പോകുന്നുള്ളൂ. കണ്ടന്റ് ആണെങ്കിലും അതൊരു വല്ലാത്തൊരു കണ്ടന്റ് ആണ്. പേർഷ്യയിൽ പോകാൻ വേണ്ടിയിട്ട് കല്യാണം കഴിക്കുകയാണ്, സ്ത്രീധനം മേടിക്കാൻ. അതാണ് സംഭവം, അതാണ് കഥ പോകുന്നത്. ലാസ്റ്റ് പെടുന്നു. ഫസ്റ്റ് ഒരു കല്യാണം കഴിക്കും, നടക്കൂല, അതിൽ നിന്നൊന്നും കിട്ടൂല. അപ്പൊ അടുത്തത് കല്യാണം കഴിക്കേണ്ടി വരികയാണ്. അതിനായിട്ട് ആളെ ഇങ്ങനെ നയിച്ചുകൊണ്ടിരിക്കുന്നത്, കൂടെ രക്ഷപ്പെടണമെന്ന ആഗ്രഹമായിട്ട് നടക്കുന്ന പ്രശാന്തിന്റെ കഥാപാത്രം, ഫ്രണ്ടായിട്ടുള്ള ക്യാരക്ടർ. ആളൊരു ബ്രോക്കറും കൂടിയാണല്ലോ, അതുകൊണ്ട് എല്ലായിടത്തും പല വള്ളിക്കെട്ടുകൾ കൊണ്ടുപോയിട്ട് ആളുടെ തലയിലിട്ട് കൊടുക്കും. പക്ഷേ അതായത് സ്ത്രീകളെ കല്യാണം കഴിക്കുന്നത് പണത്തിന് വേണ്ടി മാത്രമാണ് എന്നുള്ള രീതിയിൽ സ്ത്രീകളെ വെറും ഒരു വിൽപ്പന ചരക്കാക്കി വെക്കുന്ന രീതിയിൽ എപ്പോഴും ഇതിൽ കാണിച്ചിരിക്കുന്നത്. അത് കല്യാണം കഴിക്കുന്നവരായാലും വിടുന്നവരായാലും കഴിക്കാൻ പോകുന്നവരായാലും എല്ലാം അങ്ങനത്തെ ആ ഒരു ഇതിൽ കണ്ടിട്ടുള്ള ഒരു വെബ് സീരീസ് നമുക്ക് തീരെ പറ്റിയിട്ടില്ല കേട്ടോ. സത്യമായിട്ട് പറയാൻ നമുക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഒരുപാട് പ്രതീക്ഷിച്ച് കാത്തിരുന്ന ഒരു വെബ് സീരീസ് ആണ്. അത് നമ്മളെ നിരാശപ്പെടുത്തിയെന്ന് തന്നെ വേണം പറയാൻ. ഇപ്പൊ നമ്മൾ ഈ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞെങ്കിലും അതൊന്നും വിഷയമല്ല. നന്നായിട്ട് കോമഡി വർക്കായി ഒരു എന്റർടൈൻമെന്റ് കിട്ടണം ഏതെങ്കിലും രീതിയിൽ. ഈ കോമഡി പോട്ടെ, വേറെ ഏതെങ്കിലും രീതിയിൽ ഒരു ഇനിയിപ്പോൾ ഒരു ഫീൽ ഗുഡ് ആയാലും വിഷയമല്ല, ഒന്നുമില്ല. അതാണ് പ്രശ്നം. അത് അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ഈ ബോറടിക്കുന്നത്. കാരണം ഇത്രയും ടൈം നമ്മൾ വേസ്റ്റ് ചെയ്യാണ്. ഒരു സന്തോഷം കിട്ടി, അതായത് 1986 കപ്പടിച്ചില്ലേ അർജന്റീന. അത് കേൾക്കാൻ പറ്റി ന്യൂസ് ആയിട്ട്. അത് കൊള്ളാം. ഒരു കുളിര് പോരി. അതായത് ഇത്രയും ഒരു ബോറടിച്ചിരിക്കുമ്പോ ഒരു മറ്റേ വേനലിലൊരു മഴ എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു കുഞ്ഞൊരു മഴ പെയ്തു. അതായത് ആ മഴ പെയ്തിട്ട് പിന്നെ ബോറടി അല്ലേ? എന്താണെങ്കിലും കാണാത്തവരൊക്കെ കാണുക. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലുണ്ട്. കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയാം. ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ഉപദേശം ഒന്നുകൂടി, അതായത് കണ്ടന്റ് ഒരു സീരീസിനില്ല ഇല്ലെങ്കിൽ ചെയ്യാൻ നിൽക്കരുത്. അതെ, നീട്ടി വലിച്ച് സീരീസ് ആക്കണമെന്ന് കരുതി ചെയ്യുന്ന പരിപാടിയാണ് ഇപ്പൊ മലയാളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സത്യമായിട്ട് അതും നല്ല വെബ് സീരീസ് അത് ഒഴിവാക്കേണ്ട സമയമായി കഴിഞ്ഞു. 2-3 എപ്പിസോഡിലൊക്കെ നിൽക്കുന്ന എത്ര വെബ് സീരീസുകളുണ്ട്. അതായത് വെബ് സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിനിമക്കും അപ്പുറത്തേക്ക് വലിയ കണ്ടന്റ് വരുമ്പോൾ ചെയ്യേണ്ടതാണ്. അതെ, അല്ലാതെ വെബ് സീരീസ് ചെയ്യണം. അതിന് ഒരു ഷോർട്ട് ഫിലിമിന് വേണ്ട ഒരു കണ്ടന്റ് അത് വെച്ച് നീട്ടി ഒരു 5-10 എപ്പിസോഡാക്കിയിട്ട് പുറത്തു വരുന്നു. കഷ്ടമാണ് കേട്ടോ, കഷ്ടമാണ്. ബൈ.